തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതലുണ്ടല്ലോ കനത്ത മഴയാണ്. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി. നമുക്ക് രാഹുലിനോട് തന്നെ ചോദിക്കാം അല്ലേ? രാഹുൽ, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് രാവിലെ മുതൽ. ഇത് സംസ്ഥാന വ്യാപകമായി ഉണ്ടോ എന്ന് ഞാനിങ്ങനെ പ്രേക്ഷകരോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും രാഹുലിനോട് തന്നെ ആദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരം നഗരത്തും പരിസര പ്രദേശങ്ങളിലും മഴ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോഴും തുടരുന്നുണ്ടോ മഴ? മോത്തി, എന്തായാലും തിരുവനന്തപുരത്തുകാർക്ക് ഇന്ന് പൂർണ്ണമായി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായാണ് ഇത്ര വലിയൊരു മഴ, ഒറ്റപ്പെട്ട രീതിയിൽ ശക്തമായ മഴ അത് പുലർച്ചെ മുതൽ ഉണ്ടായിരുന്നു. പുലർച്ചെ മുതൽ അല്പസമയം മുൻപ് വരെ ഇടവേളകളില്ലാതെ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും മാനം തെളിഞ്ഞ് മഴ ചാറ്റൽ മാത്രമാണുള്ളത്. എന്തായാലും ഇന്നലെ തന്നെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടായിരുന്നു. അതായത് വടക്കൻ ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളിടത്ത് മഴ മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ രീതിയിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മൾ രാവിലെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ചയുടെ ആലസ്യമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നവർക്ക് പലർക്കും ബുദ്ധിമുട്ടായി കാണും. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് ഈ രാവിലത്തെ മഴ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ വലിയ രീതിയിൽ പെയ്യുന്നില്ല എങ്കിലും 24 മണിക്കൂർ മഴ പെയ്യാനുള്ള ഒരു മെയ്യുമെന്ന നിർദ്ദേശമെല്ലാം ഉണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം. എന്തായാലും മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കില്ല എങ്കിലും അതിശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പം മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നേരിയ തോതിലുള്ള മഴ അത് അടുത്ത 24 മണിക്കൂർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും നിലവിൽ വടക്കൻ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. എങ്കിലും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് വലിയ മഴ, അതിശക്തമായ മഴ പുലർച്ചെ ഉണ്ടായിരുന്നു. മോത്തി.